രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരണം ഇന്ന് 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിർവഹിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമാകും ഉണ്ടാവുക എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുമ്പോൾ കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ വടക്കൻ കേരളം. റെയിൽവേ വികസനത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന കാഞ്ഞങ്ങാട് കാണിയൂർ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. ബംഗളൂരു യാത്രയ്ക്ക് ദൂരവും ചെലവും കുറയ്ക്കുന്ന പദ്ധതി കാലങ്ങളായിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. മുൻ വർഷങ്ങളിൽ റെയിൽവേ ബജറ്റിൽ കാഞ്ഞങ്ങാട് കാണിയൂർ പാതയ്ക്കായി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പായില്ല. പാത യാഥാർത്ഥ്യമായാൽ അജാനൂർ, പുല്ലൂർ, പെരിയ, കോടാം, ബേളൂർ, കള്ളാർ, പനത്തടി പഞ്ചായത്തുകളിലെയും കാസർഗോഡ് ജില്ലയിലെയും റെയിൽവേ വികസനത്തിന് വൻ നേട്ടമുണ്ടാകും. 6 മണിക്കൂർ കൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ബംഗളൂരിലെത്താൻ കഴിയുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരും അതേപോലെ തന്നെ മദിരാശിയിലേക്കും പോകണമെങ്കിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദൂരത്തിലെത്താവുന്ന ഒരു പാതയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി പോലും സുള്യ നിവാസിയായി ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാത്തത് ഖേദകരമാണ്. റെയിൽവേ സംഘം പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ 5 തവണ സർവേ നടത്തി. പാത യാഥാർത്ഥ്യമാകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. പാതയ്ക്ക് തലശ്ശേരി മൈസൂർ പാതയേക്കാൾ നിർമ്മാണ ചെലവ് 1/3 കുറവ്. സർവേ റിപ്പോർട്ടിൽ പാത അനുയോജ്യവും ലാഭകരവുമാണെന്നാണ് പഠനം. റെയിൽപാതയ്ക്കാകെ 1300 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കാഞ്ഞങ്ങാട് മുതൽ കാണിയൂർ വരെയുള്ള 90.5 കിലോമീറ്റർ പാതയ്ക്ക് 650 കോടി രൂപ കേന്ദ്ര സർക്കാരും ബാക്കി 650 കോടിയിൽ കേരള, കർണാടക സർക്കാരുകൾ 325 കോടി രൂപ വീതം മുടക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 40 കിലോമീറ്റർ ദൂരം സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരുന്നു. ബാക്കി 50.5 കിലോമീറ്റർ കർണാടകയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കർണാടക ഇക്കാര്യത്തിൽ താൽപര്യം കാണിക്കുന്നില്ല. പാതയ്ക്ക് കേരള പിന്തുണ നൽകിയെങ്കിലും കർണാടക ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ന്യൂസ് 18 കാസർഗോഡ്.